ഹായ്, ഞാൻ അനന്തു. അപ്പോൾ നമ്മളിന്ന് കീം നമ്മുടെ എഞ്ചിനീയറിംഗ് എക്സാം അനൗൺസ് ചെയ്തു. നിങ്ങൾ രജിസ്ട്രേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ ഈ സമയത്ത് അതിന്റെ കൂടെ പഠിത്തമൊക്കെ നല്ല കാര്യമായി നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എക്സാം പാറ്റേൺ കാര്യങ്ങളും CBT എക്സാം ആണെന്നൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ പല സ്ട്രീമുകളിലും പല എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരാണെന്ന് അറിയാം. നമ്മുടെ കേരളത്തിൽ കീമിൽ ഓഫർ ചെയ്യുന്ന ഏതൊക്കെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഉണ്ടെന്നും അതിൽ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കോളേജുകൾ ഏതാണെന്നും നമ്മുടെ ലാസ്റ്റ് റാങ്കിന്റെ കഴിഞ്ഞ വർഷത്തെ കീം 2023 ബേസിലുള്ള ലാസ്റ്റ് റാങ്കിന്റെ ബേസിലുള്ള ഒരു അനാലിസിസ് ആണ് ശരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ വിചാരിക്കും എന്താണ് റിസൾട്ട് വന്നു കഴിഞ്ഞ് കോളേജ് അനലൈസ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ അതിന് മുമ്പായിട്ട് നമുക്ക് കോഴ്സുകളെ കുറിച്ച് അറിയണമല്ലോ. അത് നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ് അല്ലെ. ഏതൊക്കെ കോഴ്സുകളാണ് നമ്മുടെ കേരളത്തിൽ ഓഫർ ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഡിമാൻഡിങ് ആയിട്ടുള്ള കോളേജുകൾ. ഇവിടെ ഡിമാൻഡിങ് കോളേജ് എന്ന് പറയുന്നത് പ്യുവർലി ലാസ്റ്റ് റാങ്കിന്റെ ബേസിൽ മാത്രമാണ്. ഏറ്റവും അവസാനം കട്ട് ഓഫ് ആയ റാങ്ക് ഏറ്റവും കുറവാർക്കാണോ അതിന്റെ ബേസിലാണ് ഡിമാൻഡിങ് കോളേജ് എന്ന് ഇവിടെ പറയുന്നത്. വേറെ ഒന്നിന്റെയും ബേസിലല്ല, നോ പേഴ്സണൽ ഒന്നുമില്ല. ജസ്റ്റ് ഡിമാൻഡിങ് കോളേജസ് ബേസ്ഡ് ഓൺ ലാസ്റ്റ് റാങ്ക് മാത്രമാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് കോളേജുകളെ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോയിൽ കൂടുതലായും ഗവൺമെന്റ് കോളേജുകളെ ഫോക്കസ് ചെയ്തായിരിക്കും സംസാരിക്കുക. പക്ഷെ എന്നാലും നമ്മൾ കൂടുതലായിട്ടുള്ള കോളേജുകളുടെ ലാസ്റ്റ് റാങ്കിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. AI ആൻഡ് ഡാറ്റ സയൻസ് ഉള്ള കോളേജുകൾ കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് ചോദിച്ചിരുന്നു. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗവൺമെന്റ് കോളേജസിലൊന്നും AI ആൻഡ് ഡാറ്റ സയൻസിന്റെ കോഴ്സുകളില്ല. പിന്നെ ഉള്ളത് നമ്മുടെ അതായത് നമ്മുടെ ഗവൺമെന്റ് അണ്ടറിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. അവിടെയാണ് ഉള്ളത് എന്ന് എഴുതിയിരിക്കുന്ന ഗവൺമെന്റ് അണ്ടറിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ ഉദ്ദേശിച്ചാണ്. അതിൽ IHRDയുടെ കുറച്ച് കോളേജസിലാണുള്ളത്. ബാക്കിയെല്ലാം പ്രൈവറ്റ് കോളേജസിൽ, ഒരുപാട് പ്രൈവറ്റ് കോളേജസിൽ ശരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റ സയൻസ് എന്ന കോഴ്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലൊക്കെ ഒരു 12,000 റാങ്ക് ആണ്. ഈ കോഴ്സിൽ ഏറ്റവും കുറഞ്ഞ റാങ്ക് വരുന്നത് രാജഗിരിയിലാണ്. ഏറ്റവും ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് കൂടുതൽ വന്നിട്ട് രാജഗിരിയിലാണ്. അവിടെ നിങ്ങൾക്ക് നോക്കാം. അതാണ് മെയിൻലി ഉള്ളത്. അപ്പൊ AI ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണ് ഉള്ളത്. പിന്നെ വരുന്നത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ കോഴ്സ് ഗവൺമെന്റിൽ 2 കോളേജസിൽ വരുന്നുണ്ട്. ഒന്ന് CET-യിലും മറ്റൊന്ന് നമ്മുടെ കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസിലുമാണ്. CET-യിൽ കട്ട് ഓഫ് 2700 താഴെ റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CET-യിൽ ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റൊന്ന് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണ്. അഗ്രികൾച്ചർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നീറ്റ് ആണെന്ന് വിചാരിക്കും. അല്ല, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ എൻറോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് എഴുതണം? കീം തന്നെ എഴുതണം. അവിടുത്തെ ഒരു ഗവൺമെന്റ് കോളേജാണുള്ളത്. കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ടെക്നോളജീസ് ഗവൺമെന്റ് കോളേജ്. അങ്ങനെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിനുള്ള കോഴ്സ് ഉണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ് അല്ല, AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന കോഴ്സ് ഉണ്ട്. അത് MA കോളേജ് കോതമംഗലത്താണ് ഉള്ളത്. MA കോളേജ് കോതമംഗലത്ത് ദാറ്റ് ഈസ് ഗവൺമെന്റ് എഴുതിയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ 8,000 ആണ്. 8,000 താഴെ നമുക്കിപ്പോ മാർക്കും റാങ്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറിയല്ലോ. പെർസെന്റേജ് സിസ്റ്റം ഒക്കെ ആവും. അതായത് നമുക്ക് നിങ്ങളുടെ മാർക്കിന്റെ ബേസിസിൽ നമുക്ക് ഇനി റാങ്കിനെ ഇതുവരെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ ഈ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് ഒക്കെ വരിക. കാരണം എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാരുടെ ലാസ്റ്റ് റാങ്കിന്റെ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, അതിന് മാറത്തില്ല. അപ്പോൾ ഉള്ളത് AI ആൻഡ് മെഷീൻ ലേണിംഗ് ഉള്ളത് ശരിക്കും എവിടെയാണ്? കോതമംഗലത്താണ്. പിന്നെ കുറച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും മെഷീൻ ലേണിംഗ് കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് AIയുടെ പ്യുവർ കോഴ്സ്, അത് ഗവൺമെന്റിലില്ല. നമുക്കിനി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് നോക്കുന്നവർക്കും സെൽഫ് ഫിനാൻസിങ് കോളേജസിലും അതിന്റെ കോഴ്സ് ഉണ്ട്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗും കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കേരള എൻട്രൻസ് എക്സാമിന്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെയുള്ളത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ വരുന്നുള്ളൂ. അവിടെയും കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് മെറിറ്റിൽ SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എറണാകുളത്ത് മാത്രമേ ലാസ്റ്റ് റാങ്ക് കാണിക്കുന്നത്. പിന്നെ ബയോടെക്നോളജി ആൻഡ് ബയോമെഡിക്കൽ, ദാറ്റ് ഈസ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് ഒരു കോഴ്സ് ഉണ്ട്. അത് നമ്മുടെ SCT എന്ന് പറഞ്ഞാൽ ശ്രീ ചിത്തിരുനാൾ കോളേജാണ്, ട്രിവാൻഡ്രത്തുള്ള പാപ്പനംകോടുള്ള കോളേജാണ്. അത് സെൽഫ് ഫിനാൻസിങ് കോളേജ് അല്ല, ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അവിടെ ശരിക്കും അതിന്റെ ഇത് വരുന്നുണ്ട്. 16,000 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കോഴ്സ് എന്ന് പറയുന്നത് ചോദിച്ചത് ബയോമെഡിക്കലും ബയോടെക്കുമാണ്. ഇതെല്ലാം സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ മാത്രമുള്ളതാണ്. പിന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബേസിക് കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഉള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് നമ്മുടെ എല്ലാ ഗവൺമെന്റ് കോളേജസിലും അവൈലബിൾ ആണ്. സിവിൽ എഞ്ചിനീയറിംഗിലെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, ഗവൺമെന്റ് കോളേജസ് നോക്കുക. സിവിൽ എഞ്ചിനീയറിംഗിലെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ആണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം കഴിഞ്ഞു കഴിഞ്ഞാൽ GEC തൃശ്ശൂരുമാണ് ശരിക്കും വരുന്നത്.
ബാക്കി എല്ലാ കോളേജസിനും ഒരു 17,000 റാങ്ക് കട്ട് ഓഫിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ എൻറോൾ ആവുന്നതാണ്. ഇത് തേർഡ് അലോട്ട്മെന്റ് ആണ്, ഫസ്റ്റും സെക്കൻഡും അല്ല. തേർഡ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസിന്റെ ബേസിലുള്ള ഡാറ്റയാണ്, കഴിഞ്ഞ കൊല്ലത്തെ ഡാറ്റയാണ്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കോമൺലി വരുന്നത് ആ ഒരു കട്ട് ഓഫിലാണ്. ശ്രദ്ധിക്കണം, സിവിൽ എഞ്ചിനീയറിംഗ് ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസിൽ കേരളത്തിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങളുടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് കോളേജസിൽ ഓഫർ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, അത് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്. പിന്നെ ഒരുപാട് പേര് എടുക്കുന്ന ഒരു കോഴ്സാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രധാനമായും ഈ ഗവൺമെന്റ് കോളേജസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കോഴിക്കോട്, തൃശ്ശൂർ, TKM കൊല്ലം ഇത്രയും അടുത്താണ് ഉള്ളത്. അവിടെ GEC ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലാണ് ദ മോസ്റ്റ് ഡിമാൻഡഡ് കോഴ്സ് ഫോർ കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഏറ്റവും ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ആയിട്ടുള്ളത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. 6,568 ആണ് നമ്മുടെ GEC കോളേജിൽ തേർഡ് അലോട്ട്മെന്റിൽ കട്ടായിട്ടുള്ളത്. അപ്പം അതാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ സെയിന്റ് കിഡ്സിലൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും മെയിൻലി ഗവൺമെന്റ് കോളേജസ് നോക്കാൻ ശ്രമിക്കുക. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പറഞ്ഞു. ഇത് പറഞ്ഞതാണ് ഇവിടെ. ഇത് നോൺ ഫിനാൻസിങ്, സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് അത് ഉള്ളത്. ഡാറ്റാ സയൻസിന്റെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്, അത് MA കോളേജ് കോതമംഗലം. ഇനിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് CSC, ദാറ്റ് ഈസ് BTech അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. സോ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഗവൺമെന്റ് കോളേജസിലും CSC വരുന്നുണ്ട്. പക്ഷെ CSCയിലാണ് നിലവിൽ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കാണുന്ന കോഴ്സുകൾ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കോഴ്സ് വരുന്നത്, അല്ലെങ്കിൽ കോഴ്സ് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലാണ്. ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ തന്നെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കോളേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരമാണ്. 650 ആയിരുന്നു ശരിക്കും സ്റ്റേറ്റ് മെറിറ്റില് ജനറൽ കാറ്റഗറി കട്ട് ഓഫ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഏറ്റവും കമ്പ്യൂട്ടർ സയൻസ് ഡിമാൻഡ് ആയിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് CET ട്രിവാൻഡ്രമാണ്. പിന്നെ വരുന്നത് നമുക്ക് GEC തൃശ്ശൂർ പറയാം. GEC തൃശ്ശൂരിലും കട്ട് ഓഫ് അത്യാവശ്യം കൂടുതലായിരുന്നു കഴിഞ്ഞ വർഷത്തത്. ഈ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു റേഞ്ചിലാണ് വരിക. രണ്ട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസിന്റെ പോലെ റേഞ്ചിൽ കട്ട് ഓഫ് നിൽക്കുന്ന മറ്റൊരു ഡിമാൻഡഡ് കോളേജ് ഉണ്ട്. അത് ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ആയ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയാണ്. അവിടെ 1740 ശരിക്കും കട്ടായത്. അപ്പൊ ഈ 3 കോളേജസ് നിങ്ങൾ എയിം ചെയ്യണം. നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ള കോളേജസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകൾക്ക്, പ്യുവർ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകൾക്ക് അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള കോളേജുകളാണ് ശരിക്കും ഈ 3 കോളേജ്. ബാക്കി എല്ലാ ഗവൺമെന്റ് കോളേജ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, എല്ലാം ഒരു 3000 റാങ്കിന് താഴെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇപ്പം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ ആണെങ്കിലും, RIT ആണെങ്കിലും, MAC കോതമംഗലം ആണെങ്കിലും, NSS പാലക്കാടൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു 4000 താഴെ റാങ്കിലാണ് കഴിഞ്ഞ കൊല്ലത്തെ തേർഡ് അലോട്ട്മെന്റിൽ കട്ടായിട്ടുള്ളത്. തേർഡ് അലോട്ട്മെന്റിലാണ്, ശ്രദ്ധിക്കണം. അപ്പം ഇതാണ് നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജസുകളുടെ അവസ്ഥ. പിന്നെ ഉണ്ട് ചെങ്ങന്നൂർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ ആലപ്പുഴയും ഏകദേശം ഒരു നോൺ ഇതിൽ വന്ന കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ് കുറഞ്ഞ റാങ്കിൽ. പിന്നെയുള്ളത് നമ്മുടെ SCT ആണ്, സെൽഫ് ഫിനാൻസിങ്. നമ്മുടെ ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിംഗിൽ കുറച്ച് ഡിമാൻഡ് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസിന് ശ്രീ ചിത്തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അത് അത്യാവശ്യം ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് അവിടെ കുറവായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് വരുമ്പോൾ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഏകദേശം ഒരു റാങ്ക് റേഞ്ച് കുറവാണ്. ബാക്കിയെല്ലാം അത്യാവശ്യം കൂടുതലാണ് നിങ്ങൾക്ക് ബാക്കി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ. പിന്നെ കുറച്ച് ഇത് വരുന്നത് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കൊച്ചിയാണ്. ഗവൺമെന്റ് അല്ലാത്ത സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ് നിങ്ങൾ CS വേണ്ടി നോക്കുന്നതെങ്കിൽ അവിടെ രാജഗിരിയിൽ 6234 ആയിരുന്നു. അതൊരു മോസ്റ്റ് ഡിമാൻഡഡ് കോളേജ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ അതും അത്യാവശ്യം നോക്കുന്നത് നല്ലതായിരിക്കും. സോ ബാക്കി കോളേജസ് എല്ലാം ഇവിടെ കാണാം. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കോഴ്സാണ് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ CS എന്ന് പറയുന്നത്. അതിന്റെ പോലെ തന്നെ മുത്തൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതും ഇതേപോലെ 7000 കട്ട് ഓഫ് ആയതാണ് കമ്പ്യൂട്ടർ സയൻസിന്. അതും ശ്രദ്ധിക്കുക. ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ സയൻസിന്റെ കോളേജുകൾ എന്ന് പറയുന്നത്, ഡിമാൻഡ് ആയിട്ടുള്ള കോളേജുകൾ എന്ന് പറയുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും കോഴ്സ് ഉണ്ട്, ബിസിനസ് സിസ്റ്റത്തിനുണ്ട്, സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്. ഇതൊന്നും ഗവൺമെന്റ് കോളേജസിൽ ഇല്ല. ഇതെല്ലാം സെൽഫ് ഫിനാൻസിംഗും എയ്ഡഡ് കോളേജുകളിൽ മാത്രമേ ഉള്ളൂ സൈബർ സെക്യൂരിറ്റി കോഴ്സ് എല്ലാം. ഡയറി ടെക്നോളജി ഉണ്ട്. ഡയറി ടെക്നോളജി എല്ലാം ഗവൺമെന്റ് കോളേജസിലാണുള്ളത്. ഡയറി ടെക്നോളജിയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20,000 അടുത്ത് റാങ്ക് കട്ട് ഓഫ് വന്നാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ട് വരുന്നത് ശരിക്കും ECE ആണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയും. അപ്പൊ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ
ഏറ്റവും ചെറിയ കട്ട് ഓഫ് വരുന്നത് കഴിഞ്ഞ വർഷത്തിൽ നോക്കുമ്പോൾ അതും CET-യിൽ തന്നെയാണ്. 860 ശരിക്കും അവിടുത്തെ ഡിമാൻഡ് ആയിട്ടുള്ളത് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. 1970 ആണ് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. എല്ലാം ഒരു 7000 8000 റേഞ്ചിലാണ് ബാക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നിട്ടുള്ളത്. എന്നാലും കുറച്ചും കൂടെ പറയാൻ പറ്റുന്ന വേറൊരു കോളേജ് മാക് കോളേജ് കോതമംഗലമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയ കട്ട് ഓഫിൽ കയറി പോയൊരു കോളേജ്. ചെറിയ കട്ട് ഓഫ് എന്ന് ഉദ്ദേശിക്കും ഡിമാൻഡ് കൂടുന്നർത്ഥം. അങ്ങനെ കോളേജ് മാക് കോളേജ് കോതമംഗലമാണ്. നമുക്കിനി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു. സോ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇതേപോലെ തന്നെ 4045 ആയിരുന്നു കട്ട് ഓഫ്. അവിടെയും ECEയും അത്യാവശ്യം ഡിമാൻഡഡ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെയും ഈ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് ഓർഡർ ആക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് CET നോക്കാം. CET അതുപോലെ തന്നെ GEC ഉണ്ട്. GEC കഴിഞ്ഞ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, അതിനുശേഷം ഇതേപോലെ മാക് കോളേജ് കോതമംഗലം, പിന്നെ TKM. ആ ഒരു ഇതിലാണ് ശരിക്കും കഴിഞ്ഞ കൊല്ലത്തെ കട്ട് ഓഫ് വെച്ചിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. TKM ഉണ്ട് കേട്ടോ, ഇവിടെ TKM ഉണ്ട്. അത് 3786 ആണ്. MECന്റെ മുമ്പിൽ നമുക്ക് TKM കൊടുക്കാം. ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് അതിന്റെ ഡിമാൻഡഡ് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഡിമാൻഡഡ് കോളേജുകൾ എന്ന് പറയുമ്പോൾ പല ഫീച്ചേഴ്സ് ആയിരിക്കും. ഫാക്കൽറ്റി ലൈൻ, അപ്പോൾ അവിടുത്തെ ഇൻടേക്കിന്റെ ബേസ്, പ്ലേസ്മെന്റ് ബേസ്, ഇതെല്ലാം ആ ഡിമാൻഡിനെ നമുക്ക് ബാധിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എ ലോട്ട് ഓഫ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഓൾസോ ഓഫർ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, വിച്ച് ഇസ് ഓൾസോ ഡിമാൻഡഡ് ആണ്. ഇപ്പൊ രാജഗിരിയിലൊക്കെ ആണെങ്കിൽ 14,000 ആണ് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. അതുപോലെ മുത്തൂട്ടിലൊക്കെ ഇങ്ങനെയാണ് ബാക്കി സെൽഫ് ഫിനാൻസിങ് കോളേജസ്. പിന്നെ ഉള്ളത് ട്രിപ്പിൾ ആണ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. അടുത്ത നെക്സ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ സാധാരണ കണ്ടുവരാറുള്ളതാണ് ശരിക്കും ട്രിപ്പിൾ എന്ന് പറയുന്നത്. സോ ട്രിപ്പിളിയുടെ കേസ് എടുത്താൽ നമുക്ക് നോക്കാം. ട്രിപ്പിളിയുടെ കേസിൽ ശരിക്കും ട്രിപ്പിളി നമ്മൾ നോക്കുമ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ആണ്. അത്യാവശ്യം 1675 റാങ്കിൽ, അതായത് 1675 ആണ് തേർഡ് അലോട്ട്മെന്റിൽ അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. തേർഡ് അലോട്ട്മെന്റ് ആണ്, ശ്രദ്ധിക്കണം. 1675 ആണ് ശരിക്കും അവിടുത്തെ കട്ട് ഓഫ്. ബാക്കിയെല്ലാം ഏകദേശം. പിന്നെ വരുന്നത് നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലെ ട്രിപ്പിളിയും ഇതേപോലെ കുറച്ച് ഡിമാൻഡിങ് ആണ്. പിന്നെ വരുന്നത് TKM കൊല്ലത്തെ ട്രിപ്പിളിയും അത്യാവശ്യം ഡിമാൻഡിങ് ആണ്. പിന്നെ നമുക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് നോക്കാം. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലും 8000 റേഞ്ചിലാണ് അവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. യെസ്, അപ്പൊ ഇതാണ് ട്രിപ്പിളിയെ കുറിച്ച് പറയുമ്പോൾ. ബാക്കി ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അത്യാവശ്യം റാങ്ക് ലിസ്റ്റിന്റെ ബേസിൽ തന്നെ നിങ്ങൾക്ക് അത് അലോട്ട്മെന്റ് സമയത്തൊക്കെ നോക്കാം. എന്നാലും നമ്മൾ ഡിമാൻഡഡ് കോളേജുകളും അതേപോലെ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ഇത്രയും കോഴ്സുകളുണ്ട്, ഇത്രയും കോളേജുകളിൽ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, TKM-ല് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു വേറെ കോഴ്സ് ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്, പക്ഷെ അത് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലാണ് കൂടുതലായിട്ടുള്ളത്. VLSI, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, സെൽഫ് ഫിനാൻസിംഗ് മാത്രമേ ഉള്ളൂ. ഫുഡ് ടെക്നോളജി ഉണ്ട്, അതും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലുണ്ട്. ഫുഡ് ടെക്നോളജി വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ്, അത് അത്യാവശ്യം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. 13,957 ആണ് ഫുഡ് ടെക്നോളജി അവിടെ കട്ട് വന്നിട്ടുള്ളത്. പിന്നെ കമ്പ്യൂട്ടേഴ്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ഉണ്ട്, ഇതെല്ലാം സെൽഫ് ഫിനാൻസിംഗ് ആണ്. ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോള് NSS പാലക്കാട് ഉണ്ട്. പിന്നെയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഇത് CET-ലുള്ള ഒരു കോഴ്സാണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കോഴ്സ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് CET-യിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അവിടുത്തെ റാങ്ക് 10,000-ന്റെ അടുത്താണ് അവിടുത്തെ തേർഡ് അലോട്ട്മെന്റിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതാണ് CET-ലുള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് നോക്കാവുന്നത് IT ആണ്, ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജി ട്രിവാൻഡ്രം ബാട്ടൺ ഹിൽസിലും ശ്രീകൃഷ്ണപുരം ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലുമാണ് ഉള്ളത്. ബാട്ടൺ ഹിൽസിൽ 8094 അവിടുത്തെ ലാസ്റ്റ് റാങ്ക് വന്നിട്ടുള്ളത്. അത് IT CS-നേക്കാളും CS പോലെ തന്നെ, പക്ഷെ വേറെ ഇതിൽ വരുന്ന കോഴ്സാണ് IT എന്ന് പറയുന്നത്. ഇനി ഓട്ടോമൊബൈൽ ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ പ്രോപ്പർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് അടുത്തത് ഒരുപാട് ഗവൺമെന്റ് കോളേജസിലുള്ളത് ഡിമാൻഡ് ആയിട്ടുള്ളത് ശരിക്കും CET-യിൽ തന്നെയാണ്. കട്ട് ഓഫ് 4068 ആയിരുന്നു തേർഡ് അലോട്ട്മെന്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ GEC തൃശ്ശൂർ വന്നിട്ടുണ്ട്, അതിനുശേഷം TKM വന്നിട്ടുണ്ട്, ബാട്ടൺ ഹിൽസ് വന്നിട്ടുണ്ട്, മാക് കോളേജ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ ഇത് വന്നിട്ടുള്ളത്. മെക്കാനിക്കലിനൊക്കെ ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് റാങ്ക് ഒക്കെ ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. സോ നല്ല രീതിയിൽ നിന്നും പ്രവർത്തിച്ചെന്ന് നല്ല രീതിയിൽ നിന്ന് പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മെക്കാനിക്കൽ പോലെയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കോളേജുകളാണ്. സോ അതിന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ശ്രീ ചിത്തിരത്തരാൾ ഇസ് എ ഗുഡ് കോളേജ്. SCT എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ബാക്കി കട്ട് ഓഫുകൾ വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരുപാട് കോളേജസ് ഓഫർ ചെയ്യുന്നുണ്ട്, മെക്കട്രോണിക്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് GEC തൃശ്ശൂരിൽ ഒരു കോഴ്സാണ്. 20,000 അടുത്ത് റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത് കിട്ടും. അപ്പോൾ കൂടുതൽ നിങ്ങൾ ആ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് കോളേജിലുള്ളത് മാക്സിമം നോക്കാൻ ശ്രമിക്കുക. പിന്നെ
പ്രൈവറ്റ് കോളേജിൽ ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ നോക്കി പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കി മാക്സിമം ചൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ പോളിമർ എഞ്ചിനീയറിംഗ്, പ്രിന്റിംഗ് ടെക്നോളജി, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഗവൺമെന്റ് RIT കോട്ടയത്തില് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് ഉണ്ട്. ലാസ്റ്റ് റാങ്ക് 10,159 ആണ്. പിന്നെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ഉണ്ട്, പ്രൈവറ്റ് കോളേജിൽ മാത്രമാണ്. നേവൽ ആർക്ക് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ഉണ്ട്. സിമിലർലി എറണാകുളത്തെ ക്രൈസ്റ്റ് നോളജ് സിറ്റിയിലാണ് ഉള്ളത്. അതേപോലെ ആർക്കിടെക്ചർ കോളേജ് ഉണ്ട്. പക്ഷെ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നാട്ട വഴിയാണ് അതിന്റെ ഇത് വരുന്നത്. TKM-ലാണ് മെയിൻലി വരുന്നത്. അത് നോക്കണം, ആർക്കിടെക്ചർ. യെസ്, അപ്പൊ ഇത്രയൊക്കെയാണ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എന്ന് പറയുന്നത്. അതുപോലെ മോസ്റ്റ് ഡിമാൻഡിങ് കോളേജസ് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഇപ്പോഴും CET-ക്ക് തന്നെയാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, പിന്നെ ഇതേപോലെ മാക് കോളേജ് കോതമംഗലം, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, TKM കോളേജ്, അങ്ങനെ ഒരു ഓർഡറിലുള്ള ഒരു പ്രയോറിറ്റിയിൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് റാങ്കിന്റെ ബേസ് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ, കോഴ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ കട്ട് ഓഫിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ KEAM 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് അടിച്ചു കൊടുത്താൽ ഒരു വെബ്സൈറ്റ് വരും. ആ വെബ്സൈറ്റിൽ കയറി ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഒരു എക്സാമിന് പ്രിപ്പറേഷനെ കുറിച്ച് പോലെ ഇമ്പോർട്ടന്റ് ആണ് കോഴ്സ് ചൂസ് ചെയ്യുന്നതും, ഏതാണ് ഡിമാൻഡ് ആയിട്ടുള്ള കോളേജുകൾ എന്ന് അറിയുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതും ശ്രദ്ധിക്കുക. അപ്പം മാക്സിമം ഏതാണോ നിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ള കോഴ്സുകൾ ചൂസ് ചെയ്ത് വെക്കുക. അതനുസരിച്ച് നിങ്ങളുടെ പഠനം ബൂസ്റ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങളിപ്പോൾ ഈ ലാസ്റ്റ് റാങ്ക് റേഞ്ച് ഒക്കെ കണ്ടാൽ നിങ്ങൾ ഫോർ മാക്സിമം നല്ല റാങ്കുകളാണ് എയിം ചെയ്യുന്നതെങ്കിൽ, CS കോഴ്സ് ഒക്കെയാണ് എയിം ചെയ്യുന്നതെങ്കിൽ, യു ഷുഡ് സ്റ്റഡി. ഒരുപാട് എന്ത് ചെയ്യണം, അതിൽ ഇൻപുട്ട് ചെയ്ത് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല കോളേജിൽ നിങ്ങൾക്ക് CS-ന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. CS-ഉം EC-യും ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ കോഴ്സുകൾക്കനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. സോ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.